എനിക്ക് തെറ്റിപ്പോയി ആശാനെ, കംപ്ലീറ്റ് തെറ്റിപ്പോയി. നമ്മൾ ഈ കലാരംഗത്തേക്ക് വന്നത് ഇതിനൊന്നുമല്ല. എന്ത് പറ്റി? ഈ നാട്ടിൽ നന്ദിയില്ലാത്ത ജനതയെ നമ്മൾ ഒരുപാട് കണ്ടിട്ടുണ്ടെന്നുണ്ടെങ്കിലും ഇത്രയും നന്ദിയില്ലാത്ത ഒരു വർഗത്തെ ഞാൻ എന്റെ ജീവിതത്തിൽ ആദ്യമായി കാണുകയാണ്. ഈ കാലത്ത് സ്വന്തം ആൾക്കാരെ പോലും വിശ്വസിക്കരുത് ചേച്ചി, അല്ലേ സാറേ? അത് ഈ മുള്ളൻകൊല്ലി എന്ന് പറയുന്ന സിനിമയുടെ അണിയറ പ്രവർത്തകരാണ്. ഈ ജീവിതം തന്നെ ഒരു നാടകമല്ലടാ, അതിനിടയിലെ ചില വേഷം കെട്ടലല്ലേ ഇതൊക്കെ. എന്നെ ഒരു സിനിമയിലേക്ക് വിളിച്ച് പറ്റിച്ചുകൊണ്ട് അഭിനയിപ്പിച്ചതും പോരാഞ്ഞിട്ട് ആ സിനിമയ്ക്ക് വേണ്ട എല്ലാ സഹായങ്ങളും ഞാൻ ചെയ്തു കൊടുത്തതിന് ശേഷം ശുദ്ധ കള്ളത്തരങ്ങളും നെറികേടുകളും എഴുതി പിടിപ്പിച്ചിരിക്കുകയാണ്. അതാണ് ലോകം. നമ്മൾ മനസ്സിൽ പോലും കരുതാത്ത ചില ശവങ്ങളായിരിക്കും ചിലപ്പോൾ നമ്മുടെ ശത്രുക്കൾ. 1 കോടിയുടെ പ്രൊമോഷനാണ് അഖില് തന്നെയെന്നുള്ളത് എന്റെ കണ്ണ് കറക്കി പറ്റുന്നത്. അല്ലാതെ എന്റെ ലക്കാരെന്ന് മാത്രമേ ഞാൻ കരുതുന്നുള്ളൂ. അഖിലേ എന്ത് തങ്കപ്പെട്ട മനുഷ്യനല്ലേ, അടുക്കുമ്പോഴല്ലേ ആളുകളെ പിടികിട്ടുന്നത്. എന്നിട്ട് ഇന്ന് അദ്ദേഹം പറഞ്ഞത് എന്താണ്? നാട്ടിൽ നടക്കുന്ന വിഷയങ്ങൾക്കൊക്കെ പ്രതികരിക്കുന്നത് കൊണ്ട് എന്നോട് ആൾക്കാർക്ക് വിരോധം ഉണ്ടാകും, അതാണ് ഈ സിനിമയ്ക്ക് റിഫ്ലക്ട് ചെയ്യുന്നതാണ് പറഞ്ഞത്. നീ കൂടെ കോൺക്രീറ്റ് ഇട്ടല്ലടാ. ഈ കണ്ടേക്കുന്ന ആൾക്കാർ ആരും തന്നെ എന്റെ പ്രകടനത്തെ കുറിച്ചോ എന്റെ അതിലെ പെർഫോമൻസിനെ കുറിച്ചോ മോശമായി പറഞ്ഞിട്ടില്ല എന്ന് മാത്രം. പതിവ് പോലെ എന്റെ പെർഫോമൻസ് ഗംഭീരമായിട്ടുണ്ട്. അത്യുഗ്രൻ സാർ, സൂപ്പർ സാർ, സൂപ്പർ സാർ. മാത്രമല്ല ഇവർ ഓരോരുത്തരും പറഞ്ഞുകൊണ്ടിരുന്നത് ഈ സിനിമ കഴിഞ്ഞു കഴിഞ്ഞാൽ അഖിൽമാരാർ സൂപ്പർ സ്റ്റാർ ആണെന്ന് പറഞ്ഞ് വിശ്വസിച്ചു. ഞാനാണെങ്കിൽ അപ്പൊ അത് സമ്മതിക്കുകയും ചെയ്തു. പിന്നീടാണ് അതിന്റെ ഒരു ചതി എനിക്ക് മനസ്സിലായത്. 5 ലക്ഷം രൂപ എനിക്ക് നൽകിക്കൊണ്ട് ബാക്കി പൈസയ്ക്ക് വയനാട്ടിൽ വീട് വെച്ചു കൊടുക്കാം എന്ന് പറഞ്ഞുകൊണ്ട് തന്നെയാണ് ഞാൻ ഇതിലേക്ക് പോകുന്നത്. തരാം എന്ന് ഫെബ്രുവരി 30 മുടക്കിയ തവണകളും അതിന്റെ പലിശയും പലിശയുടെ പലിശയും മേശപ്പുറത്ത് വയ്ക്കാൻ എനിക്കിത്തിരി സാവകാശം തരണം. എന്തിന്? മേശപ്പുറത്ത് വയ്ക്കാനോ? അതല്ല, നിങ്ങൾക്ക് നിങ്ങളുടെ പരാജയം നിങ്ങൾ മറച്ചു വെച്ചുകൊണ്ട് നിങ്ങൾ എന്റെ തലയിലേക്ക് വെച്ച് കെട്ടാൻ നോക്കുന്ന രീതി ശരിയല്ല. ഞാൻ ഒരു തമാശ പറഞ്ഞല്ലേ. തമാശ നമുക്ക് അടുത്ത മാസം നല്ലൊരു ദിവസം നോക്കി പറയാം.